ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. എന്താണ് ഇന്നത്തെ എനർജീസ്, ബ്ലെസ്സിങ്സ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്, എന്താണ് യൂണിവേഴ്സ് നമുക്കിന്ന് തരുന്ന ഗൈഡൻസ് നോക്കാം. ഓക്കെ, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേ ഇരിക്കണം കേട്ടോ. തന്നിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി, ഏറ്റവും നല്ലൊരു ദിവസം തന്നതിന് നന്ദി എന്ന് പറയണം കേട്ടോ. അതാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്കതിനുള്ളൊരു ബെനിഫിറ്റ് നമ്മുടെ ലൈഫിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നോക്കാം എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് വന്നിട്ട് 9 ഓഫ് കപ്സ് ആണ്. ഇതൊരു അതായത് വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മളൊരു കാര്യം അച്ചീവ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു കാര്യം നമ്മളത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യുവാണ്. അടുത്ത സ്റ്റേജ് എന്ന് പറഞ്ഞാൽ സക്സസ്ഫുൾ കംപ്ലീഷനാണ്. അപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് വരുമല്ലോ, നമ്മൾ വളരെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കത്തില്ലേ? ആ ഒരു എനർജിയാണ് 9 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ വിഷ് ഫുൾഫിൽമെൻറ്റ് വരുന്നു, നമ്മൾ സക്സസ്ഫുൾ ആകാൻ പോകുന്നു എന്നൊക്കെയുള്ളൊരു ഒരു ഹാപ്പിനെസ്സിൽ, ആ ഒരു നിറവിൽ നമ്മളിരിക്കുന്ന എനർജിയാണ് 9 ഓഫ് കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമ്മൾ സക്സസ്ഫുൾ ആയി എന്ന് വിശ്വസിച്ച് നമ്മൾ കൈയും കെട്ടിയിരിക്കുന്ന, നമ്മൾ ആ സന്തോഷം ആസ്വദിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് 9 ഓഫ് കപ്പ്. ഇവിടെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കൈയും കെട്ടിയാണിരിക്കുന്നത്, അതായത് നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ മടി പിടിച്ചിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ്. അപ്പോൾ ചിലപ്പോൾ ഇന്നൊരു മടിയൊക്കെ തോന്നാൻ സാധ്യത എന്നാണ് കേട്ടോ. എഴുന്നേക്കാൻ മടി, ജോലി ചെയ്യാൻ മടി, പുറത്ത് പോകണമെങ്കിൽ അതിൻ്റെ മടി, അപ്പോൾ ഭയങ്കര മടി പിടിച്ചിരിക്കുന്ന ഒരു എനർജിയും കൂടിയാണ് 9 ഓഫ് കപ്സ്. നമ്മൾ എല്ലാം ഓക്കെ ആകുമെന്ന് വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കാതിരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ 9 ഓഫ് കപ്സ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി അന്നേരം ചെയ്തു പോവുകയാണെങ്കിൽ നമ്മൾ ഈ ലാസ്റ്റ് മിനിറ്റ് ഹറിബറി ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാൻ ശ്രമിക്കുക. നമ്മളിങ്ങനെ വിഷ് ഫുൾഫിൽമെൻ്റ് ആയി അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഏർലി സ്റ്റേജിൽ നമ്മൾ ഒരിക്കലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്താൻ പാടില്ല. അപ്പോൾ അതിന് ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുക. അതിൻ്റെ ലാസ്റ്റ് നമ്മൾ ബാറ്റൺ ഏറ്റവും ലാസ്റ്റിൽ എത്തുന്നത് വരെ നമ്മൾ പൊരുതിക്കൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് കേട്ടോ. അതാണ് എനർജി. ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റും, സക്സസ്ഫുൾ ആയിട്ടിരിക്കാൻ പറ്റും, പക്ഷേ കുറച്ച് മടി പിടിച്ചിരിക്കും എന്നുള്ളതാണേ. അതാണ് 9 ഓഫ് കപ്സ്. രണ്ടാമത്തത് 9 ഓഫ് വാൺസ് ആണ്. ഇവിടെ ഇതൊരു പേടിയാണ്. അതായത് നിങ്ങൾ സക്സസ്ഫുൾ ആകുമോ എന്നൊരു പേടി നിങ്ങൾക്ക് ഓൾറെഡി ഉണ്ടായിരുന്നിരിക്കും. അത് നിങ്ങൾ സക്സസ്ഫുൾ ആണെന്ന് നിങ്ങൾക്ക് അറിയാം, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു പേടി, എന്തെങ്കിലും കുഴപ്പം വരുമോ എന്നുള്ളൊരു പേടി കിടക്കുന്നതാണ് ഈ 9 ഓഫ് വാൺസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു സഹനത്തിൻ്റെ, അതായത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിൽ കൂടെ പോയിട്ടായിരിക്കും ഈ അച്ചീവ്മെൻറ്റിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്തെങ്കിലും തെറ്റ് വരുമോ, അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ഫുൾഫിൽ ആവാതെ നിൽക്കുമോ, ഇനി ഞാൻ വിചാരിച്ച കാര്യം സാധിക്കാതെ വരുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയുണ്ടല്ലോ. ആ ഒരു പേടിയാണ് 9 ഓഫ് വാൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണേ. ഇത് നമ്മൾ പൈസ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ കുറവായിരിക്കും. അപ്പോൾ നമുക്ക് പൈസ ഇല്ലല്ലോ എന്നൊരു തോന്നൽ വരത്തില്ലേ? ആ ഒരു മൈസർ എനർജിയാണ് കേട്ടോ, പിശുക്ക് കാണിക്കുന്ന എനർജിയാണ്. അല്ലെങ്കിൽ പൈസ ഇല്ലല്ലോ എന്നുള്ള ചിന്തയാണ്. ചിലപ്പോൾ ഇന്ന് പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടാകും. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മളിങ്ങനെ ആലോചിക്കുക, എൻ്റെ കയ്യിലിരിക്കുന്ന പൈസ തികയുമോ, പൈസ മതിയാകുമോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കത്തില്ലേ? ആ ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഇന്ന് പൈസ ചിലവാക്കുമ്പോൾ സൂക്ഷിക്കുകയും ചെയ്യണം. കാരണം നമ്മൾ സേവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ, നമുക്ക് കിട്ടുന്ന പൈസയിൽ നിന്ന് കുറച്ചെങ്കിലും തുകകൾ സേവ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്കൊരാവശ്യം വരുന്ന സമയത്ത് നമ്മൾ കിടന്ന് തത്രപ്പാട് വിടേണ്ടി വരും. ഇപ്പോൾ അതുകൊണ്ടാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് വരുമ്പോഴൊക്കെ നമ്മൾ പണം സേവ് ചെയ്യണം എന്ന് പറയുന്നത്. അതുപോലെ പണത്തിന് വേണ്ടി ഇന്ന് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കുറച്ച് പൈസയ്ക്ക് ആവശ്യം വരും, പക്ഷേ പൈസ കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ ഇല്ലല്ലോ എന്ന് വിചാരിക്കത്തില്ലേ? ആ എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. പിന്നെ ഇന്ന് പർച്ചേസിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാതെ പിശിക്കുകയും, എന്നാൽ വേറെ വലിയ കാര്യങ്ങൾക്ക് കുറേ പൈസ കൊണ്ട് സ്പെൻഡ് ചെയ്തിട്ട് പൈസ ചിലവാക്കി കളയുകയും ചെയ്യുന്നൊരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. അപ്പം ഇതൊരു എന്താണ്, ഒരു മിതവ്യയം പാലിക്കണം, സേവ് ചെയ്യണം എന്നൊക്കെ പറയുന്നൊരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളിത് ഒരു സെക്ലൂഡഡ് ആയിട്ട്, അതായത് മറ്റുള്ളവരിൽ നിന്ന് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന ഒരു എനർജി. ചിലപ്പോൾ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മടി, നമുക്കറിയാവുന്നത് എന്തായാലും അത് മറ്റുള്ളവർക്കും കൂടെ കൊടുക്കാനുള്ള മടി, ഇപ്പോൾ സ്നേഹം പ്രകടിപ്പിക്കാൻ മടി, സംസാരിക്കാൻ മടി, അങ്ങനെ ആരിൽ നിന്നും അകന്നു നിൽക്കാനുള്ളൊരു ശ്രമം നടത്തുന്ന പോലെയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. അത്
ഒരുതരം സെക്ലൂഡഡ് ലൈഫ്, ചിലപ്പോൾ ഇന്നൊരു ഒറ്റയ്ക്ക് നിൽക്കാനായിരിക്കും ഇഷ്ടം, അല്ലെങ്കിൽ ഒറ്റപ്പെട്ടിരിക്കാനായിരിക്കും ഇഷ്ടം. അത്തരത്തിലുള്ളൊരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, ചിലരോടൊരു അകൽച്ച കാണിക്കാൻ സാധ്യതയുണ്ട്. അതാണ് കേട്ടോ. അതുപോലെ ആരെങ്കിലും പൈസ ചോദിച്ചാലും കയ്യിലുണ്ടെങ്കിലും നമ്മൾ കൊടുക്കാതിരിക്കുന്ന എനർജിയൊക്കെ ഇല്ലേ, അതാണേ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് വിചാരിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ഭയങ്കരമായ ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അത് സാധിക്കാതെ വരും. അതായത് അത് എന്ത് കാരണം കൊണ്ട് അത് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല, പക്ഷേ എന്തോ അത് സാധിക്കത്തില്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ വിദേശത്ത് പോകണമെന്ന് ഭയങ്കരമായി ആഗ്രഹിക്കുക, അതിനുവേണ്ടി എല്ലാ പ്രവർത്തനവും ചെയ്യും, പക്ഷെ നമുക്ക് പോകാൻ പറ്റത്തില്ല. അപ്പോൾ അത് പോകാൻ പറ്റാത്തതിന് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ കാരണമില്ല, പക്ഷേ പോകാൻ പറ്റത്തില്ലാത്ത എനർജി ഇല്ലേ. അതുപോലെ ഇന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ വരുന്നൊരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ്. നിങ്ങൾ അതേ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, പക്ഷെ അത് നടക്കാൻ സാധ്യത കുറവാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇതിൽ മൂന്നിലും കൂടെ പറയുന്ന ഇതാണ്, ഒരു തരം ഒരു കൺജസ്റ്റഡ് എനർജിയാണ്. അതായത് ഒരു ലിബറേഷൻ ഇല്ലായ്മ. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഇന്ന് നടക്കും എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം നടക്കാതിരിക്കുന്ന ഒരു എനർജിയാണ് 4 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. അപ്പോൾ നിങ്ങളത് മനസ്സിൽ വിചാരിക്കുക, ഇന്ന് ആ കാര്യം നടക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് അതിലേക്ക് ഓവറായിട്ട് എക്സ്പെക്റ്റേഷൻ വെക്കണ്ട. അത് ഇന്ന് നടക്കുമെന്ന് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യണ്ട. ഇൻ കേസ് അത് നടക്കുവാണെങ്കിൽ ഹാപ്പി, ഇനി അത് നടന്നില്ലെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ഇന്നല്ലെങ്കിൽ അത് നാളെ നടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പേടിക്കുകയോ അല്ലെങ്കിൽ നടക്കണമെന്ന് വിചാരിച്ച കാര്യം നടക്കാതിരിക്കുമ്പോൾ വിഷമിച്ചിരിക്കുകയോ അങ്ങനെയൊന്നും കാര്യമില്ല. അത് അതിനുള്ള സമയമായില്ല, അതുകൊണ്ട് നടന്നില്ല. ഇന്നല്ലെങ്കിൽ നാളെ അത് ഉറപ്പായിട്ടും നടക്കും, അങ്ങനെയാണ് വിചാരിക്കേണ്ടത് കേട്ടോ. ദെൻ 5 ഓഫ് വാൺസ് ആണ്. ഇതൊരു വഴക്കിൻ്റെ കാർഡ്, മാനസിക സംഘർഷത്തിൻ്റെ കാർഡൊക്കെയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങളിപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള ആളുകളായിട്ടൊക്കെ ചെറിയൊരു കോൺഫ്ലിക്റ്റ് വരാൻ സാധ്യതയുണ്ട്. വീട്ടിലാണെങ്കിലും ചെറിയൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഒരു വഴക്കിൻ്റെ എനർജിയാണിത്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ കാർഡ് കണ്ടാൽ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നൊരു വഴക്കിനുള്ള സാധ്യത വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാനതിൽ നിന്ന് മാറി നിൽക്കണം, ഞാൻ അതിൻ്റെ ഒരു ഭാഗമാകാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ കാരണം ഒരു വഴക്കുണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ അവസ്ഥയിലിരുന്നാൽ മതി. മിണ്ടാൻ വരുന്ന കാര്യം മിണ്ടാതെ ഇരുന്നാൽ മതി. നമ്മൾ വായിൽ വരുന്നത് അങ്ങ് വിഴുങ്ങിയേച്ചാൽ മതി, നമ്മൾ അങ്ങോട്ട് സംസാരിക്കേണ്ട. അപ്പോൾ വഴക്കങ്ങ് ഒഴിവായിപ്പോൾ നമ്മൾ വഴക്കിലേക്ക് പോകേണ്ട ആവശ്യം ഇല്ല. എന്നൊരു വഴക്കിൻ്റെ എനർജി കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് മാറി നിൽക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കേട്ടോ 5 ഓഫ് വാൺസ്. പിന്നെ ഇതേ ചിലപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ടുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഒന്ന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, പക്ഷെ ചെയ്യാൻ പറ്റുന്നുണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നൊരു മാനസിക സംഘർഷവും ആകാം കേട്ടോ. അതും 5 ഓഫ് വാണ്ടാണ്, മാനസികമായിട്ടുണ്ടാകുന്ന സംഘർഷവും ആകാം. ദെൻ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇതൊരു വീൽ ഓഫ് ഫോർച്യൂൺ നമുക്കറിയാലോ, ഇത് ലോട്ടറി അടിക്കാനൊക്കെ സാധ്യതയുള്ള എനർജി എന്നാണ്. ഇതൊരു നമ്മുടെ ഒരു കാർമിക് സിറ്റുവേഷൻ ഉണ്ടാവുന്നൊരു ഇതാണ് കേട്ടോ. കാരണം നമ്മുടെ ഒരു ആഗ്രഹ സഫലീകരണത്തിൻ്റെ ദിവസമായിരിക്കും, ആഗ്രഹം സാധിക്കുന്ന ദിവസമായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചിട്ടൊരു കാര്യം സംഭവിക്കാത്ത എനർജി ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന എനർജി ആയിരിക്കും. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ നമ്മളത് പാസ്റ്റ് ലൈഫിൽ നിന്നേ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഒരു കാര്യമാണ്, ഒരു കാർമിക് സിറ്റുവേഷനാണ്, അതിൽ നിന്ന് എൻഡാകുവാണ് കേട്ടോ. അപ്പോൾ അതാണ് വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത്, വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുന്നത് ഭാഗ്യചക്രമാണ്. അതായത് നമുക്കിന്ന് നല്ലൊരു ദിവസമാണ്, ഭാഗ്യം നമ്മുടെ കൂടെ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നാണ്. അപ്പോൾ ഭാഗ്യം ഉള്ളതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലോട്ടറി അടിക്കാനോ ചിട്ടി കിട്ടാനോ അല്ലെങ്കിൽ അവിചാരിതമായിട്ട് പണം കിട്ടാനോ, നിങ്ങൾ കിട്ടില്ല എന്ന് വിചാരിച്ച് ഉപേക്ഷിച്ച് വെച്ചിരുന്ന പൈസ കിട്ടാനോ, ചിലപ്പോൾ നിങ്ങൾക്ക് യാത്ര പോകാനോ ഒക്കെ കേട്ടോ, പെട്ടെന്നൊരു അവസരം കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യം ചെയ്യാനോ ഒക്കെ സാധിക്കുന്ന ഒരു എനർജിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ. അപ്പോൾ ഇന്നൊരു ഭാഗ്യമുള്ള ദിവസമാണ്, ലോട്ടറി ഒക്കെ എടുത്താൽ ചിലപ്പോൾ അടിക്കാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് വീൽ ഓഫ് ഫോർച്യൂണേ. ഇത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് വീണ്ടും സേവിങ്സിനെ കുറിച്ചും വീടിന് വേണ്ടിയിട്ട് പണം സ്പെൻഡ് ചെയ്യുന്നതിനെ കുറിച്ചും ഒക്കെയാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, വീട് പണിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ചിലപ്പോൾ സംഭവിക്കുന്നുണ്ടാവും. അതായത് നമ്മൾ പാരമ്പര്യ സ്വത്തിൽ നിന്നെ പരിപാലിക്കുക, അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു വീട് വെക്കുമ്പോൾ നമ്മളത് പാരമ്പര്യ സ്വത്തെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, വരാൻ പോകുന്ന ഒരുപാട് തലമുറയ്ക്ക് നമ്മളുണ്ടാക്കുന്ന ആ ഒരു വീട് പാരമ്പര്യ സ്വത്താണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പണം സേവ് ചെയ്യുന്ന എനർജിയാണ് കേട്ടോ, പണം സേവ് ചെയ്യുന്ന എനർജിയാണ്. അതുപോലെ ഇത് സ്ത്രീകളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ, നിങ്ങൾ വർക്കിംഗ് വുമൺ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയിട്ട് പണം സേവ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് പണം സേവ് ചെയ്യുന്നതോ ഒക്കെ ആയിരിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളെയും കാണുന്നുണ്ട്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ്, ഇവിടെയും പണം
തികയാതെ വരുന്ന ഒരു എനർജി ഇവിടെയും കാണുന്നുണ്ട്. ഇവിടെ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു എനർജി കാണുന്നുണ്ട്. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണും കാണുന്നുണ്ട്. അപ്പോൾ എല്ലാ കാർഡും എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് അല്ല. ഇതിപ്പോൾ നിങ്ങൾ പണം കയ്യിലില്ല എന്നൊരാളാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് പണത്തിന് ഇന്ന് ആവശ്യം വന്നേക്കാം. അപ്പോൾ പണം നിങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്നൊരു തോന്നൽ വരും. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയാൻ നിങ്ങൾക്ക് ഇത് പൈസയ്ക്ക് ആവശ്യമുണ്ട്. ഇത് പെട്ടെന്ന് വരുന്നൊരു ആവശ്യമായിരിക്കും. ഇത് നിങ്ങൾക്ക് ഓൾറെഡി പൈസ ആവശ്യമുണ്ട്, പക്ഷേ പൈസ ഇന്ന് റെഡി ആയിട്ടില്ലെങ്കിൽ നമ്മൾ കിട്ടുമോ എന്ന് വെയിറ്റ് ചെയ്യുന്ന എനർജിയില്ലേ, അതാണിത്. ഇത് ഇനി വേറൊരു കൂട്ടം ആളുകൾക്കാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ ആയിരിക്കാം ലോട്ടറി ഒക്കെ എടുത്താൽ അടിക്കാനൊക്കെ ഉള്ള ഒരു സാധ്യത ഉണ്ടെന്നാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. അത് ലോട്ടറി അടിക്കാന്ന് മാത്രമല്ല, ഒരു കാർമിക് സിറ്റുവേഷൻ എൻഡ് ആവുന്നതാണ് കേട്ടോ. ഒരു നിങ്ങളുടെ ലൈഫിലെ നിങ്ങൾ ചെയ്യേണ്ടിയിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കേണ്ടിയിരുന്ന ഒരു കാർമിക് സിറ്റുവേഷൻ ഇന്ന് എൻഡായി പോകുന്നതിനെ കുറിച്ചും കൂടിയാണ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരിക. പണം നമ്മുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിൽ നിന്ന് പണം ലഭിക്കുക, അതുപോലെ പരിപാലനത്തിന് വേണ്ടി പണം ചിലവാക്കുക, സേവിങ്സിന് വേണ്ടിയിട്ട് പണം ചിലവാക്കുക, ഇതൊക്കെയാണ് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത്. ദെൻ 8 ഓഫ് കപ്സ് ആണ്. ഇത് ഒരുതരം ഇമോഷണൽ ഡിറ്റാച്ച്മെൻ്റ് ആണ്. അത് മേ ബി നമ്മുടെ ഒരു ഇമോഷണൽ ഔട്ട് ബ്രേക്ക് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ മൂഡ് സ്വിങ്സ് വരുന്നത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ ഈ ചില ആളുകളോട് നമുക്കൊരു ഡിറ്റാച്ച്മെൻറ്റ് തോന്നും. ചിലപ്പോൾ അവർ പറയുന്ന ഒരു വാക്ക് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ മൂഡ് സ്വിങ്സ് കൊണ്ടായിരിക്കും നമുക്ക് നമ്മളോട് വളരെ അടുത്ത് നിൽക്കുന്ന ആളുകളോട് വല്ലാത്തൊരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തോന്നുന്ന എനർജിയാണ് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. ചിലപ്പം മറ്റുള്ള ആളുകൾ നമ്മളോടും ഒരു ഡിറ്റാച്ച്മെൻറ്റ് കാണിക്കുന്നു എന്നുള്ളൊരു തോന്നൽ നമുക്ക് വരുന്നതുകൊണ്ട് നമ്മളും മാറി നിൽക്കുന്ന ഒരു എനർജിയാണ് 8 ഓഫ് കപ്സ്. ഒരു ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് തന്നെയാണ്. ഒരു വാക്വം അവിടെ ഫീൽ ചെയ്യും. രണ്ടാളുകൾക്കിടയിൽ ഒരു വാക്വം ഫീൽ ചെയ്യുന്ന എനർജിയാണ് 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് ഒരു ബാക്ക് സ്റ്റാബിങ്ങിൻ്റെ എനർജിയാണ്. അതുപോലെ ഇതൊരു കാർമിക് സൈക്കിളിൻ്റെ എൻഡാണ്. പെയിൻഫുൾ കാർമിക് എൻഡാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ ഇത് ഓൾറെഡി നിങ്ങളുടെ ലൈഫിൽ നടന്നു പോയതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരാളിൽ നിന്നും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പരിഗണന കിട്ടാതെ വരുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യം ചെയ്യാമെന്ന് പറയുക, അത് ചെയ്യാതിരിക്കുക. അപ്പോൾ നമുക്കൊരു വിശ്വാസവഞ്ചന ചെയ്തതുപോലെയോ ഒരു വഞ്ചന ചെയ്തതുപോലെയോ പിന്നീന്ന് കുത്തിയതുപോലെയൊക്കെ ഒരു ഫീലിംഗ് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര പെയിൻ തോന്നത്തില്ലേ? ആ ഒരു പെയിനാണ് ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഇമോഷണൽ ഡിസ്കണക്ഷൻ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ഒരു പെയിനാണ് ഈ 10 ഓഫ് സോഡ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരാളിൽ നിന്നും എന്തെങ്കിലും പ്രതീക്ഷിക്കുമ്പോഴാണ് അത് കിട്ടാതെ വരുമ്പോൾ നമുക്ക് പെയിൻ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അവരെ നിരുപാധികം സ്നേഹിക്കുക എന്നുള്ളതാണ്, അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ്. ഇൻ കേസ് അവർ നമുക്ക് സ്നേഹം തന്നാൽ ഓക്കെ, ഐ എം വെരി ഹാപ്പി. ഇനി അത് കിട്ടിയില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അവരുടെ സാഹചര്യം കൊണ്ടായിരിക്കും എന്ന് മനസ്സിലാക്കാനുള്ളൊരു ആ ഒരു കാര്യമാണ് നമ്മളവിടെ പഠിക്കാനുള്ളത്. നമ്മളത് ഓവറായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുക. എത്ര കൂടുതൽ നമ്മളൊരു കാര്യം നടക്കും അല്ലെങ്കിൽ കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നോ അത്ര കൂടുതൽ അത് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് നിരാശ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഓവർ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക, മറ്റുള്ളവരിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് പോകാതിരിക്കുക. ഇതൊക്കെ ഭയങ്കര ബാക്ക് സ്റ്റാബിങ് എന്ന് പറയുന്നത് ചില ആളുകളുടെ നിശബ്ദത പോലും ഭയങ്കര പെയിൻ ഉണ്ടാക്കും. ഈ 10 ഓഫ് സോഡ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി ട്രസ്റ്റ് ഇഷ്യൂ വരുമ്പോഴോ വിശ്വാസവഞ്ചന വരുമ്പോൾ, അല്ലെങ്കിൽ അയാൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി അത് ആരോ ആയിക്കോട്ടെ, അച്ഛനാകാം, അമ്മയാകാം, മക്കളാവാം, ഹസ്ബൻഡ് ആവാം, വൈഫാകാം, സിബ്ലിങ്സ് ആവാം, ഇനി അതെല്ലാം നിങ്ങൾ റിലേഷൻഷിപ്പിലാണുള്ളതെങ്കിൽ റിലേഷൻഷിപ്പ് ആയിരിക്കാം, അവരുടെ ഒരു മൗനമായിരിക്കാം, അല്ലെങ്കിൽ അവർ തരാമെന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു കാര്യം, സമയമാകാം, പരിഗണനയാകാം, പണമാകാം, എന്തോ അത് നമുക്ക് കിട്ടാതെ വരുമ്പോൾ നമ്മളെക്കാൾ പ്രയോറിറ്റി അവർക്ക് മറ്റെന്തോ ഉണ്ടെന്നുള്ളൊരു ചിന്ത പോലും നമ്മളെ പെയിൻഫുൾ ആകും. അത്തരത്തിലുള്ളൊരു പെയിനാണ്. അതായത് മറ്റുള്ളവർ കാരണം നമ്മൾ പെയിൻ അനുഭവിക്കുന്ന ഒരു എനർജിയാണ് 10 ഓഫ് സോഡ് എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കുക. മറ്റുള്ളവരിൽ നിന്ന് ഓവർ എക്സ്പെക്റ്റേഷൻ പാടില്ല. അത് ഓവർ എക്സ്പെക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് നിരാശ വരുന്നത് കേട്ടോ. അതാണ് ഈ 10 ഓഫ് സോഡ്. ഒരു പെയിൻ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടെന്നാണ്. അപ്പം നിങ്ങളത് മനസ്സിൽ വിചാരിക്കുക. ഇത് എനിക്കുള്ള എനർജി അല്ല, എനിക്കാണെങ്കിൽ ഞാനിത് ഓവർകം ചെയ്യും, ഞാനൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കട്ടെ. അതാണ് 10 ഓഫ് സോഡ്. വീഴാതിരിക്കാനും ആയുധം മീൻസ് എന്തുവാകാം കൊണ്ട് മുറിവ് പറ്റാതിരിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇത് മോസ്റ്റ്ലി റിലേഷൻഷിപ്പിലൊക്കെ വരാനാണ് സാധ്യത. അതായത് നിങ്ങൾ ഓവർ എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ചിലപ്പോൾ സംഭവിക്കാതിരിക്കുന്നതൊക്കെ ആകാൻ സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെൻറ്റക്കിൾസ്. വീണ്ടും വെയിറ്റിംഗ് എനർജിയാണ്. പണത്തിന് വേണ്ടിയിട്ടായിരിക്കാം, വെയിറ്റിംഗ് എനർജിയാണ്. ഇത് നിങ്ങൾ ലോങ് ടേം വ്യൂവിലേക്ക് നോക്കുക എന്നാണ്. അതായത് നിങ്ങൾ ഓൾറെഡി പണമൊക്കെ ചിലപ്പോൾ നിക്ഷേപിച്ച് വെച്ചിട്ടുണ്ടാവും എവിടെയെങ്കിലും, പക്ഷേ നിങ്ങൾക്കിന്ന് പണത്തിന് ആവശ്യം വരുമ്പോൾ ഇതെപ്പോൾ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കത്തില്ലേ? ആ ഒരു എനർജിയാണ്. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പം
മിക്കവാറും മോസ്റ്റ്ലി ഇന്ന് പണം കുറച്ചൊരു സ്ട്രഗ്ലിംഗ് സ്റ്റേജിൽ കുറച്ച് പേരുണ്ടെന്ന് തോന്നുന്നു. പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു എനർജിയാണ് 7 ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. 2 ഓഫ് കപ്സ്, സോറി ഇത് 6 ഓഫ് കപ്സ് ആണ്. 6 ഓഫ് കപ്സ് നിങ്ങൾക്ക് മുന്നേ അറിയാവുന്ന ആളുകളായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടെ ജോലി ചെയ്തവർ, നിങ്ങളുടെ സിബ്ലിങ്സ് ആയിരിക്കാം, നിങ്ങളുടെ മുൻപ് അറിയാവുന്ന നിങ്ങളുടെ കുഞ്ഞുനാളിൽ കൂടെ കളിച്ച് വളർന്നവരായിരിക്കാം, നിങ്ങൾ പണ്ട് ജോലി ചെയ്ത സ്ഥലമായിരിക്കാം, അവിടുത്തെ ആളുകളായിരിക്കാം, നിങ്ങൾ ജനിച്ച് വളർന്ന സ്ഥലമായിരിക്കാം, അല്ല അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു റീയൂണിയൻ്റെ കാർഡും കൂടിയാണ്. അപ്പോൾ നിങ്ങൾ വളരെ നാളായിട്ട് അറിയുന്ന ഒരാൾ, നിങ്ങളുടെ കൂടെ ഇല്ലാതിരിക്കുന്ന ഒരാൾ, അയാൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷനും ആയിരിക്കാം കേട്ടോ. ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരിക്കാം. ആ ആൾ ചിലപ്പോൾ നിങ്ങളിന്ന് മീറ്റ് ചെയ്യുന്നുണ്ടാവും. ആ ആൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ ഒരു ആവശ്യമായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആവേണ്ട ആളായിരിക്കാം ഒരുപക്ഷെ അയാൾ. അതുകൊണ്ടായിരിക്കും അയാൾ ഇപ്പോൾ ഒരു എൻട്രി നടത്തുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്നേ ദിവസം വരാനായിട്ട് സാധ്യതയുണ്ടെന്നാണ് 6 ഓഫ് കപ്പ് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നിങ്ങളുടെ സിബ്ലിങ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം സിബ്ലിങ്സിനോട് സംസാരിക്കുക, അല്ലെങ്കിൽ സിബ്ലിങ്സുമായിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടാവുക, അവരോട് എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കിട്ടുക, അത്തരത്തിലുള്ളൊരു എനർജിയാണ് 6 ഓഫ് കപ്സ് എന്ന് പറയുന്നത് കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് വാൺസ് ആണ്. ഇത് നിങ്ങളുടെ ചിന്ത കുറച്ച് ഉയരത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ ലൈഫിൽ വന്നേക്കാം. നിങ്ങൾ പറയും എനിക്കിതൊന്നും റെസൊണേറ്റ് ആയില്ല എന്ന് ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇന്ന് ഫുൾ ഡേ നടന്ന സംഭവങ്ങളിൽ ഏതെങ്കിലുമൊക്കെ കാർഡുകൾ നിങ്ങൾ ഈ കാർഡുകളിൽ കണ്ട കാര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷേ നമുക്കത് റെസൊണേറ്റ് ആണോ എന്ന് നമുക്ക് ആ സമയത്ത് ഓർക്കാത്തത് കൊണ്ടാണ്. മിക്കവാറും നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഈ പറഞ്ഞ കാർഡുകളുമായി ബന്ധപ്പെട്ട് നമുക്ക് കടന്നു പോയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ ക്യൂൻ ഓഫ് വാൺസ് എന്ന് പറയുന്നത് നമ്മുടെ ചിന്താഗതിയിൽ ഉയർച്ച ഉണ്ടാവുന്നതാണ്. നമ്മുടെ ചിന്തകൾ മാറുക, നമ്മുടെ ചിന്തകൾ ഉയർന്ന തലത്തിലേക്ക് പോവുക, നമ്മൾ മാറി ചിന്തിക്കാൻ തുടങ്ങുക, നമ്മൾ മറ്റുള്ള മേഖലകളിലേക്ക് നമ്മുടെ ചിന്തകൾ വ്യാപിപ്പിക്കുക, ഇതൊക്കെയാണ്. അതുപോലെ നിങ്ങൾ പാഷനേറ്റ് ആയിട്ടിരിക്കുന്ന ഒരു മേഖലയുണ്ട്. നിങ്ങളിപ്പോൾ ഓൾറെഡി ജോലി ചെയ്യുന്ന ഒരു മേഖല ഉണ്ടായിരിക്കും. ആ മേഖലയിൽ നിന്ന് മാറിയിട്ട് നിങ്ങൾ മറ്റൊരു മേഖല നിങ്ങൾ പ്രിഫർ ചെയ്യുന്നുണ്ടാവാൻ സാധ്യതയുണ്ട്. മറ്റൊരു മേഖലയിലേക്ക് പോയാലോ, അല്ലെങ്കിൽ എനിക്കിപ്പോൾ ഉള്ള ഏണിങ് പോരാ, അപ്പോൾ ഞാൻ മറ്റൊരു മേഖലയിലേക്ക് പോയിട്ട് പുതിയൊരു ഏണിങ് ഉണ്ടാക്കാൻ ശ്രമിച്ചാലോ എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു എനർജിയാണ് ക്വീൻ ഓഫ് വാൺസ്. അതായത് നമ്മുടെ പാഷൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഫെമിനൈൻ എനർജിക്ക് എത്താൻ പറ്റുന്ന ഏറ്റവും മാക്സിമം പാഷനേറ്റ് ആയിട്ട് എത്താൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് എനർജിയാണ്. അപ്പോൾ അത്രത്തോളം പാഷനേറ്റ് ആയിട്ട് കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതിനുശേഷം വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ തലത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തിയിട്ട് മറ്റ് മേഖലകളിലേക്കും കൂടെ നിങ്ങൾ വ്യാപിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഓണ്ടർപ്രണറൊക്കെ ആണെന്ന് വിചാരിക്കുക. നിങ്ങളൊരു സംരംഭമൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അതിനെ വ്യാപിപ്പിക്കാൻ ശ്രമിക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നതായിരിക്കാം. അല്ലെങ്കിൽ പുതിയൊരു ഒരു ബ്രാഞ്ച് തുടങ്ങുന്നതിനെക്കുറിച്ചോ, അല്ലെങ്കിൽ പുതിയൊരു ഷോറൂമോ, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾക്ക് വളരെ സന്തോഷം തരുന്ന, നിങ്ങൾക്ക് ഹാപ്പിനെസ് കിട്ടുന്ന ഒരു മേഖലയിലേക്കും കൂടെ എന്തെങ്കിലും ചെയ്താലോ എന്ന് നിങ്ങൾ വിചാരിക്കുന്ന ഒരു എനർജിയാണ് കേട്ടോ. ഇതാണ് ക്യൂൻ ഓഫ് വാൺസ് അല്ലെങ്കിൽ ക്യൂൻ ഓഫ് റോഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മൊത്തത്തിൽ ഇതാണ് ഇന്നത്തെ ഒരു എനർജി എന്ന് പറയുന്നത്. ഇത് വളരെ നല്ലൊരു എനർജിയാണ്. ഇടയ്ക്കൊരു കോൺഫ്ലിക്റ്റിൻ്റെ എനർജി വരുന്നുണ്ട്, ഒരു പെയിൻഫുൾ എൻഡിങ് വരുന്നുണ്ട്. അതിനെയൊക്കെ നമ്മൾ തന്മയത്വത്തോടു കൂടി കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ അവസാനങ്ങളും പുതിയ മറ്റൊരു തുടക്കത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. ചില കാര്യങ്ങൾ അവസാനിച്ചാൽ മാത്രമാണ് നമ്മുടെ ലൈഫിലേക്ക് വളരെ പുതിയ നല്ല കാര്യങ്ങൾ വരാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് എല്ലാ വേദനകളെയും അക്സെപ്റ്റ് ചെയ്യുക. കാരണം നമ്മളത് അതിൽ നിന്ന് എന്തോ ഒരു പാഠം പഠിക്കേണ്ടത് കൊണ്ടാണ് നമുക്കവിടെ പെയിൻ ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ലൈഫിൽ എന്തോരം മനുഷ്യരെ നമ്മൾ കാണുന്നുണ്ട്. ഒരുപാട് ആളുകൾ നമ്മുടെ ലൈഫിൽ വരുന്നു, നമ്മൾ സംസാരിക്കുന്നു, കൂട്ടുകൂടുന്നു. അവരെ ചിലപ്പോൾ കടന്നു പോകുന്നുണ്ടാവും. അവരെ ലാസ്റ്റായിട്ട് കണ്ടത് ഇന്ന ദിവസമായിരിക്കും. പക്ഷെ അവർ പോയതിന് ശേഷം നമുക്കൊരു പെയിൻ ഫീൽ ചെയ്യാറില്ല. അവർ മിണ്ടിയില്ലെങ്കിൽ നമുക്ക് പെയിൻ ഫീൽ ചെയ്യാറില്ല. അവർ നമ്മളോട് കണ്ടില്ലെങ്കിൽ ഒന്നും നമുക്കൊരു പ്രശ്നവും ഇല്ല. പക്ഷേ ചില മനുഷ്യർ വളരെ ചില മനുഷ്യർ മാത്രം നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് എന്തൊക്കെയോ പാഠങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ നിശബ്ദത, അവരുടെ പെരുമാറ്റം, അതൊക്കെ നമ്മളെ പെയിൻഫുൾ ആക്കുന്നത്. ഈ 10 ഓഫ് സോഡിൻ്റെ ബേസിലാണ് പറയുന്നത്. അവരുടെ പെരുമാറ്റമൊക്കെ ഈ പറഞ്ഞ 4 ഓഫ് പെൻറ്റക്കിളും ഈ 10 ഓഫ് സോഡും അടുത്തടുത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചില ആളുകളുടെ ഒരു നിശബ്ദതയായിരിക്കാം, അവരുടെ ഒരു ഒഴിഞ്ഞുമാറലായിരിക്കാം, അതൊക്കെ ഭയങ്കര പെയിൻഫുൾ ആവുന്നത് എന്തുകൊണ്ടാണ്? ആ ആളുകളുമായിട്ട് നമുക്ക് എന്തൊക്കെയോ കാർമിക് സിറ്റുവേഷൻസ് ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ വേദനിപ്പിക്കാൻ പാകത്തിന് ആളുകൾ നമ്മുടെ
ഉള്ളിലേക്ക് ഇറങ്ങി വരാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ഒരകലത്തിൽ എല്ലാ ആളുകളെയും നിർത്താനായിട്ട് ശ്രമിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേദന അനുഭവിക്കേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ പിന്നെ ഈ എനർജിയിലൊക്കെ പോയി നിൽക്കേണ്ടി വരും. ക്യൂൻ ഓഫ് വാൻസിൻ്റെ ഒക്കെ എനർജിയിൽ പോയി നിൽക്കേണ്ടി വരും. അതായത് നമ്മൾ ഉള്ള ഒരു ശരിക്കും റിയൽ സെൽഫിൽ നിന്ന് മാറി പൂർണ്ണമായും മാറിയിട്ട് മറ്റൊരു വ്യക്തിയായിട്ട് നമ്മൾ ട്രാൻസ്ഫർമേഷൻ നടക്കുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. അതായത് മുമ്പുണ്ടായിരുന്ന ഒരു വ്യക്തിയെ അല്ലാതെ നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറുന്നു, ചിന്താഗതി മാറുന്നു, നമ്മുടെ ലുക്ക് മാറുന്നു, നമ്മളിൽ ഭയങ്കരമായ പരിവർത്തനം, ശാരീരികമായ മാറ്റങ്ങൾ, നമ്മളെ കണ്ടാൽ തന്നെ ആളുകൾക്ക് ഇത് അയാൾ തന്നെയാണോ എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈല്, നമ്മുടെ ഹെയർ സ്റ്റൈല്, നമ്മുടെ ഫേസ് കട്ട് ഒക്കെ മാറുന്ന ഒരു എനർജിയാണ് ഈ പറഞ്ഞ ക്വീൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുന്നത്. അതായത് സമ്പൂർണ്ണ പരിവർത്തനം വന്നിട്ട് ഒരു എനർജിയിൽ നിന്ന് മറ്റൊരു എനർജിയിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ആവുന്ന ഒരു എനർജിയാണ് കേട്ടോ. സ്പിരിച്വാലിറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് മാറി പോകുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് അത്തരത്തിൽ നിങ്ങളുടെ ചിന്താഗതികൾ മാറി ഒരു ഉയർന്ന തലത്തിലേക്ക് മാറിപ്പോകുന്ന ഒരു എനർജിയാണ്. അപ്പോൾ കുറേ പാഠങ്ങൾ പഠിക്കേണ്ടുന്ന ഒരു ദിവസമായിട്ടാണ് കാണുന്നത്. മാത്രമല്ല ഭാഗ്യത്തിൻ്റെ ദിവസം കൂടിയാണെന്ന് കാണുന്നുണ്ട്. അപ്പോൾ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക, നല്ല രീതിയിൽ വിവേകപൂർണ്ണമായിട്ട് ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. വീഡിയോ കണ്ടതിന് നന്ദി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.